നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് എൻ്റെ പുറകിൽ കാണുന്ന ഈ മണ്ണെടുത്ത സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാതയ്ക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയതാണ്. ഏകദേശം 90% പണി പൂർത്തിയായിട്ടും പണി സ്തംഭിച്ചു നിൽക്കുകയാണ്. സ്ഥലം വിട്ടുകൊടുത്ത ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജയ്മോൻ മുണ്ട് നടക്കും. ജയ്മോൻ. ശരിക്കും നമ്മളുടെ വയനാട്ടുകാർ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. കാരണം മഴ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഗതാഗത മാർഗമായ താമരശ്ശേരി ചുരം അടച്ചിട്ടിരുന്നു. പകരം നമ്മൾ കുറ്റ്യാടി ചുരമാണ് ആശ്രയിച്ചത്. നമ്മൾ കുറ്റ്യാടി ചുരം ആശ്രയിച്ച സമയത്തും 1-2 ദിവസം അവിടെ മണ്ണിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ വയനാട്ടുകാരുടെ ഒന്നടങ്കമുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ബദൽപാതയാണ്. അതിനായി സ്ഥലം വിട്ടുകൊടുത്ത ആളാണ്. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അതായത് 1994 സെപ്റ്റംബർ 24 ആകുമ്പോൾ 31 വർഷം പൂർത്തിയാവുകയാണ് ഇതിന്റെ തറക്കല്ലിട്ടിട്ട്. അന്നുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏതാണ്ട് 90% ഈ റോഡ് പൂർത്തിയാവുകയും ഫ്രീ ആയിട്ട് ഗവൺമെന്റിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തതാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 300-350 മീറ്റർ റോഡിന് 2 സൈഡും സ്ഥലമുണ്ട്. ചില സ്ഥലത്ത് 13 മീറ്ററും ചില സ്ഥലത്ത് 20 മീറ്ററും ചില സ്ഥലത്ത് 14 മീറ്ററുമായിട്ടാണ് സ്ഥലം പോയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് എനിക്കൊരു അരയേക്കറിനടുത്ത് സ്ഥലം പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്ഥലം പോയതിലല്ല സങ്കടം. നമ്മളൊരു വികസനം വരണമെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റുള്ളവർക്ക് ഒരു യാത്രാ സൗകര്യങ്ങളും വയനാട് സംബന്ധിച്ച യാത്രാ സൗകര്യങ്ങളും നമുക്ക് നല്ലൊരു മെഡിക്കൽ കോളേജ് ഇല്ല, ഒരു രോഗികളെ കൊണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് പറഞ്ഞാണ് നമ്മൾ ഈ സ്ഥലം വിട്ടുകൊടുത്തത്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ പൂർത്തീകരിക്കാൻ ഗവൺമെന്റിനോ അതിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും പെട്ടെന്ന് ഈ നമ്മുടെ ചുരത്തിന്റെ ബദൽ, ഞാൻ ഇന്നലെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കോഴിക്കോട് പോയത് 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ചുരം ഇറങ്ങി തീർന്നത്. സാധാരണ ഒരു 20 മിനിറ്റാണ് നമ്മൾ എടുക്കുന്നത് ബ്ലോക്ക് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ബദൽപാത പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം 90% പൂർത്തിയായതാണ് പൂഴിത്തോട് നമ്മുടെ പടിഞ്ഞാറത്തറ ബദൽപാത എന്ന് പറയുന്നത്. ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമാണ് ഉള്ളൂ. ഏകദേശം 10 താഴെ കിലോമീറ്റർ, ഒരു 7-8 കിലോമീറ്റർ മാത്രമാണ് തീരാനുള്ളത്. ഫോറസ്റ്റിന്റെ ഒരു അധിനിവേശ പ്രദേശമാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ അതല്ല. അതായത് പണ്ട് താണ്ടിയോട് എസ്റ്റേറ്റ്, ബെസ്ലാൻഡ് എസ്റ്റേറ്റ്, അങ്ങനെ കുറെ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ അതിലെ വെള്ളം, ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവുകയും അങ്ങോട്ട് പോകാൻ വഴിയില്ലാതെ വന്നപ്പോൾ അവർ ഫോറസ്റ്റ് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇന്നും അത് എസ്റ്റേറ്റ് ഏരിയ തന്നെയാണ്. ഇന്ന് കോടതിയിൽ അത് കേസ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ സമര നടപടികളായിട്ട് മുൻപോട്ട് പോയി. സമരപ്പന്തൽ ഏകദേശം 1000 ദിവസം അടുത്തോണ്ടിരിക്കുകയാണ്. അതായത് ഈ നാടിനെ സംബന്ധിച്ച് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമല്ലാതെ എല്ലാവരും ജനത ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. ഏകദേശം എത്രത്തോളം ജനത സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് പടിഞ്ഞാറത്തറ ടൗൺ മുതൽ നമ്മുടെ താണ്ടിയോട് എസ്റ്റേറ്റ് വരെ ഏതാണ്ട് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം എനിക്ക് കണക്കറിയില്ല, എങ്കിലും നല്ലൊരു ഏരിയ, നല്ലൊരു ഏക്കർ സ്ഥലം റോഡിന് വേണ്ടി വിട്ടുകൊടുക്കും. നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 100% ജനതയും ഇതിന് സപ്പോർട്ടാണ്. പടിഞ്ഞാറത്തറ ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-12 കിലോമീറ്ററോളം ദൂരത്ത് ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് അനുകൂലമായിട്ട്, വയനാടൻ ജനതയ്ക്ക് അനുകൂലമായിട്ട് പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാത സഫലമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലെ? തീർച്ചയായിട്ടും സഫലമാകണം. തീർച്ചയായിട്ടും. എങ്കിൽ മാത്രം ഈ ബദൽപാത ആവശ്യമാണ്. നമുക്ക് ഇത് തുരങ്കപാതയും ആവശ്യമാണ്. ഇനി ഭാവി തലമുറയ്ക്ക് നമുക്ക് ഇനിയും ഇത് മാത്രം പോരാ, ഇനി ഏതൊക്കെ ബദൽപാതകളുണ്ട് അതെല്ലാം നമുക്ക് നമ്മുടെ നാടിന് ആവശ്യമാണ്. നമ്മുടെ ഈ വയനാട്ടിൽ വർക്ക് ചെയ്യുന്നതെല്ലാം ഏറ്റവും കൂടുതൽ കൊല്ലം, എറണാകുളം ഉള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ളവരെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നല്ലൊരു ചികിത്സയ്ക്ക് വേണ്ടി അയൽ ജില്ലേനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം ബാധിക്കുന്നത് ചുരത്തിൽ നമ്മൾ കുടുങ്ങി പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ബദൽപാത വരികയാണെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും.